പ്രിയപ്പെട്ടവരെ, അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന ഭാഗമാണ്. സയൻസ് ഭാഗത്തുള്ള പ്രധാന കാർഷിക വിളകൾ. ഓക്കെ, സയൻസിലെ നാച്ചുറൽ സയൻസ് എന്ന ഭാഗത്തുനിന്ന് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന ഭാഗം. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കാം, കമ്പനി ബോർഡ് LGS, ബെബ്കോ LDC എന്നിവയുടെ PDF നോട്ട്, നമ്മുടെ ക്ലാസ്സുകളുടെ PDF നോട്ട് അവൈലബിൾ ആണ്. പെയ്ഡ് PDF നോട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 9496822117 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ 12ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. 12ാമത്തെ ക്ലാസ് ആണ് ഈ വീഡിയോയിൽ. ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് PDF നോട്ടുണ്ട്, CA നോട്ടുണ്ട്, അതുപോലെ തന്നെ എക്സാമും ഉണ്ട്. 70+ എക്സാംസ് ഉണ്ട്. നമുക്ക് പോയിന്റിലേക്ക് പോകാം. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിളകൾ നെല്ല്, മരിച്ചിനി, പയറുവർഗ്ഗങ്ങൾ. കേരളത്തിലെ ആകെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന വിളകളാണ് നാണ്യവിളകൾ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കശുമാവ്, റബ്ബർ, കുരുമുളക്, തെങ്ങ്. കേരളത്തിലെ പ്രധാന ഭക്ഷ്യവിള നെല്ല്. കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള നെൽകൃഷി മുണ്ടകൻ കൃഷി. കേരളത്തിലെ മുഖ്യ ആഹാരം അരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ല്, 7.7%. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്ന ജില്ല പാലക്കാട്. ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള ജില്ല കൂടിയാണ് പാലക്കാട്. കേരള കർഷക ദിനം ചിങ്ങം 1. ഓക്കെ, ചിങ്ങം 1 കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാൽ ദേശീയ കർഷക ദിനം ഡിസംബർ 23 ഡിസംബർ 23 ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്, ദേശീയ കർഷക ദിനം. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2. നെൽകൃഷിയിൽ 2ാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. കേരളത്തിലെ പ്രധാന കൃഷി രീതികൾ ഏതൊക്കെയെന്ന് വെച്ചാൽ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. ആലപ്പുഴ ജില്ലയിൽ പുഞ്ച കൃഷിക്കും പാലക്കാട് ജില്ലയിൽ മുണ്ടകൻ കൃഷിക്കും വിരിപ്പ് കൃഷിക്കുമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ഖാരിഫ് വിളകൾ, ശരത്കാല വിളകൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃഷി രീതിയാണ് വിരിപ്പ്. വിരിപ്പ് കൃഷി രീതി ഏത് മാസത്തിലാണ് ഇറക്കുന്നതെന്ന് ചോദിച്ചാൽ ഏപ്രിൽ മെയ് മാസം. വിരിപ്പ് കൃഷി രീതി വിളവെടുക്കുന്ന മാസം സെപ്റ്റംബർ ഒക്ടോബർ മാസം. മുണ്ടകൻ കൃഷി ഏത് മാസത്തിലാണ് ഇറക്കുന്നത്? സെപ്റ്റംബർ ഒക്ടോബർ. കേരളത്തിലെ നെതർലാൻഡ്, കേരളത്തിലെ ഹോളണ്ട്, പമ്പയുടെ ദാനം എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്, ആലപ്പുഴ. കേരളത്തിലെ പ്രധാന നെല്ലിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അന്നപൂർണ, രോഹിണി, സ്വർണപ്രഭ, കൈരളി, രേവതി, അരുണ, വർഷ, ചിങ്ങം, ജയ, വൈറ്റില 1, നിള, വൈറ്റില 3, കൊട്ടാരക്കര 1, വെള്ളപ്പൂണ്ടി. ഉപ്പിന്റെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനമാണ് ഏഴും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള എന്ന് വെച്ചാൽ തെങ്ങാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള 2ാമത്തെ നാണ്യവിള റബ്ബർ. തെങ്ങ് നടേണ്ട ശരാശരി അകലം എത്രയെന്ന് വെച്ചാൽ 7.5 മീറ്റർ × 7.5 മീറ്റർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് മുതലമടയാണ്. കേരളത്തിലെ പരുത്തി കൃഷി ചെയ്യുന്ന സ്ഥലം ചിറ്റൂർ, പാലക്കാട് ജില്ലയാണ് ചിറ്റൂർ. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ കിഴങ്ങുവിള മരിച്ചിനി. എന്നാൽ മരിച്ചിനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. പുകയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ്. വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ്, തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. തേയില കൃഷിയുള്ള കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കിയും വയനാടും. കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. നാളികേര ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് വയ്ക്കുന്ന ജില്ല കോഴിക്കോട്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലാപുരം. കേരള ഗവൺമെന്റ് ആരംഭിച്ച കർഷകർക്കുള്ള പലിശരഹിത ലോണാണ് ഗ്രീൻ കാർഡ് പദ്ധതി. മിൽമ സ്ഥാപിതമായ വർഷം 1980. ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന് ഓർത്തുവയ്ക്കുക. കണി കൊണ്ടുവരുന്ന കേരളം, മലയാളികൾ കണി കൊണ്ടുവരുന്ന കേരളം എന്ന ടാഗ്ലൈൻ. കേരളത്തിലെ ആദ്യമായി മിൽക്ക് ATM നിലവിലുന്നത് എറണാകുളം. കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ വെള്ളാനിക്കര, തൃശ്ശൂർ. പച്ചക്കറികൾ, പഴങ്ങൾ, സുഗന്ധവിളകൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പ്രവർത്തനം ആരംഭിച്ച സർക്കാർ സ്ഥാപനമാണ് ഹോർട്ടിക്കൾച്ചർ. 2005 സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ആലപ്പുഴയിലെ മാവേലിക്കരയാണ്. കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം മാട്ടുപ്പെട്ടി. കേരള മണ്ണും മനുഷ്യനും എന്ന കൃതി ആരുടേതാണ്? തോമസ് ഐസക്.
കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യർ. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ KJ യേശുദാസ്. പച്ചിലയിലൂടെ വൃത്തിയിലേക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹരിത കേരളം. പച്ചയിലൂടെ വൃത്തിയിലേക്ക്. ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം 2016 ഡിസംബർ 8. മികച്ച കർഷകന് നൽകുന്ന അവാർഡാണ് കർഷകോത്തമ. ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവൺമെന്റ് നൽകി വരുന്ന ബഹുമതി കൃഷി പണ്ഡിറ്റ്. പുകയില, അടയ്ക്ക എന്നിവയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ്. കശുവണ്ടി ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല കണ്ണൂർ. കാപ്പി, ഇഞ്ചി എന്നിവയുടെ കൃഷി മുന്നിൽ നിൽക്കുന്ന ജില്ല വയനാട്. റബ്ബർ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല കോട്ടയം. കുരുമുളക്, വെളുത്തുള്ളി, കറുവപ്പട്ട, ഗ്രാമ്പു, ചന്ദനം എന്നിവയുടെ ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി. നിലക്കടല, നെല്ല്, ഓറഞ്ച്, പരുത്തി, പച്ചമുളക്, മഞ്ഞൾ, പയർവർഗ്ഗം, മാമ്പഴം, മധുരക്കിഴങ്ങ് എന്നിവയുടെ ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട്. പപ്പായ, മുരിങ്ങ എന്ന ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല മലപ്പുറം. സുഗന്ധ ഭവൻ സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ കൊച്ചിയാണ്. യവനപ്രിയ എന്നറിയപ്പെടുന്ന കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ളതാണ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഇടുക്കിയാണ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. തക്കാളി ഗ്രാമ പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്താണ് ആനാട് ഗ്രാമപഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ലയിലാണ്. കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൂണ്ടൽ, വയനാട്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് സ്ഥലം ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് ആനക്കയം, മലപ്പുറം. രണ്ടാമത് മടക്കത്ര, തൃശ്ശൂരാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. കൈതച്ചക്ക റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന വാഴക്കുളമാണ്. മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കോന്നി. മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം കോന്നി. പുൽത്തേല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഓടക്കാലി. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രമാണ് വൈറ്റില, പട്ടാമ്പി, കായംകുളം, മങ്ങമ്പ്. കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല, പത്തനംതിട്ടയും അതുപോലെ മേനൽപ്പാറ, പാലക്കാടാണ്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കണ്ണാറ, തൃശ്ശൂരാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പന്നിയൂർ, കണ്ണൂർ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന അമ്പലവയൽ. കേരളത്തിൽ ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പാമ്പാടും പാറ. അടുത്ത പോയിന്റ്, കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. മിൽമയുടെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു തിരുവനന്തപുരമാണ്. നബാർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ പാളയം, തിരുവനന്തപുരമാണ്. കേരഫണ്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര. നാഷണൽ സീഡ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്ന കരമന, തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്ന വണ്ടൻമേട്, ഇടുക്കി. കേരളത്തിൽ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട്. കേരളത്തിന്റെ സംഭരണശാല എന്നറിയപ്പെടുന്ന കുട്ടനാടാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന കുട്ടനാടാണ്. തിരുവിതാംകൂർ കൃഷി വകുപ്പ് സ്ഥാപിത വർഷം 1908. സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് വെൺപാലവട്ടം, തിരുവനന്തപുരം. കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഇടുക്കിയാണ്. വൈറ്റമിൻ A സമ്പുഷ്ടമായ നെല്ലിനം സുവർണ. തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ആരംഭിച്ച സംരംഭമാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ആലപ്പുഴയിലെ മാവേലിക്കര. കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം മാട്ടുപ്പെട്ടി. ഫലസമൃദ്ധി എന്ന പേരിൽ ഫലവൃക്ഷത്തോട്ടം ആരംഭിച്ച ജില്ല തൃശ്ശൂർ. കേരളം മണ്ണും മനുഷ്യനും അവരുടെ പുസ്തകമാണ് തോമസ് ഐസക്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച നെൽകൃഷി പരിപാടിയാണ് എല്ലാവരും പാടത്തേക്ക്. വിഷരഹിത പച്ചക്കറി ഗ്രാമം ലക്ഷ്യം വെച്ച് എറണാകുളം ജില്ലയിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി കൃഷി പദ്ധതിയാണ് ചേർന്നൊരു കൂട്ടാൻ നാടാകെ. ചില സങ്കരീനം തെങ്ങുകൾ നമുക്ക് നോക്കാം. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനമാണ് നവര അരി. നവര അരി അറിയപ്പെടുന്ന മറ്റു പേരുകൾ നമര, നഗര, നഗരപുഞ്ച. അർബുദത്തെ പ്രതിരോധിക്കുന്ന പ്രോട്ടീനുകളോട് ഏറെ സാമ്യമുള്ള ജീനുകൾ കാണപ്പെടുന്ന അരിയാണ് നവര അരി. വയനാട്ടിൽ വിളയുന്ന സുഗന്ധ നെല്ലിനങ്ങൾ ജീരകശാലയും ഗന്ധകശാലയും. ചന്ദനത്തിന്റെ ഗന്ധമുള്ള നെല്ലിനമാണ് ഗന്ധകശാല. കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കേരള കർഷകൻ. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസിനാണ് കൽപ്പതേനു. മലബാർ മേഖലയിൽ കൃഷി ചെയ്യുന്ന പരമ്പരാഗത കുരുമുളക് ഇനമാണ് മലബാർ കുരുമുളക്. പവിത്ര മോതിരത്തിന്റെ നിർമ്മാണത്തിന് പ്രശസ്തമായ ജില്ല കണ്ണൂരാണ്, പയ്യന്നൂർ. തഴപ്പായ നിർമ്മാണത്തിന് കീർത്തികേട്ട കേരളത്തിലെ ഗ്രാമമാണ് തഴവ, കരുനാഗപ്പള്ളി, കൊല്ലമാണ്.
പൈനാപ്പിളിന്റെ ഏറ്റവും വലിയ ഉത്പാദക കേന്ദ്രം എറണാകുളം ജില്ലയിലെ പ്രദേശമാണ് വാഴക്കുളം. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കോട്ടയം എന്നാണ് ഓർത്ത് വയ്ക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.